രക്ഷക സമാധാനമേ. ഏറ്റവും കൂടുതൽ ഇന്ന് മനുഷ്യർ വേദനിക്കുന്നതും വിഷമിക്കുന്നതും ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന വേദനാജനകമായ വാക്കുകളും പ്രവൃത്തികളും. അതായത് ഒരു വചനമുണ്ട്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നും അധരങ്ങൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അധരം സംസാരിക്കുന്നു. ഇതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും 3 തരത്തിലാണ് നാം ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ കൊല്ലുന്നതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത്. അതായത് പണ്ടത്തെ കാരണവന്മാർ പറയാറുണ്ട്, ഏറ്റവും വലിയ വിഷം ചങ്കായ വിഷം എന്ന് പറയും. ചങ്കായ വിഷം. അതായത് നമ്മുടെ ജീവിതത്തിൽ വിചാരത്തിലുണ്ടാകുന്ന പ്രവർത്തനം എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ് വിചാരത്തിൽ നമ്മുടെ പ്രവർത്തികൾ സംഭവിക്കുന്നത്. ഒന്ന്, വിചാരത്തിൽ സ്വന്തം വിചാരങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നവ. മറ്റൊരു കാര്യം, മറ്റ് തലത്തിലൂടെ എനർജി ടു എനർജി റിലേഷനിലൂടെ നമ്മുടെ വിചാരത്തിലേക്ക് വരുന്ന തെറ്റായ ചിന്തകളും നല്ല ചിന്തകളും. അപ്പോൾ 2, വാക്ക് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നവയുണ്ട്, അറിയാതെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ അബോധ മനസ്സിലൂടെ നാം മറ്റുള്ളവരോട് സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിലൂടെ നല്ല വേദനയും കൊടുക്കാം, മോശവേദനയും കൊടുക്കാം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേദനയും കൊടുക്കാം, നല്ല അവസ്ഥയും കൊടുക്കാം. 3ാമത്തെ, പ്രവൃത്തി എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ടത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ചില പ്രവൃത്തിയിലൂടെ മറ്റൊരു ചിന്തയിൽ വ്യത്യസ്തമായിട്ട് വേദനകൾ നമ്മൾ കൊടുക്കാറുണ്ട്. എന്നാൽ അറിഞ്ഞുകൊണ്ട് വെൽ പ്ലാനായിട്ട് നമ്മൾ എന്തു ചെയ്യും, പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരുടെ മനസ്സിനെ മുറിക്കാറുണ്ട്, മുറിവുകൾ കൊടുക്കാറുണ്ട്. ഈ അവസരത്തിൽ പലപ്പോഴും ഞാൻ വളരുന്നത് പോലെ മറ്റുള്ളവർ വരണമെന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ വളർച്ചയിൽ പലപ്പോഴും നമ്മൾ അസൂയ പൂണ്ട് മറ്റുള്ളവർ വേദന കൊടുക്കാറുണ്ട്. എന്നാൽ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ വളർച്ചയിൽ നാം ശ്രദ്ധിക്കണം. അവരേത് തരത്തിലാണോ വളരുന്നത് അത് വ്യത്യസ്തമായിട്ട് എനിക്ക് ഏത് തരത്തിൽ വളർന്ന് അവരോടൊപ്പം വളരാൻ കഴിയും ചിന്തിക്കുമ്പോൾ ആ മുറിവ് കൊടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരെ പോലെ മറ്റുള്ളവരെ പോലെ നമുക്കും വളരാൻ കഴിയും. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ വിചാരം, വാക്ക്, പ്രവൃത്തി, ഈ 3 തരത്തിലുള്ള മുറിവുകൾ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളായി തീർന്നുകൊണ്ട് കൊടുക്കാതെ മറ്റുള്ളവർക്ക് സച്ചിന്തകൾ കൊടുക്കുന്നവരായി തീരുവാൻ ദൈവം അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു.